മോഹൻലാൽ തരുൺ മൂർത്തി ടീമിന്റെ വിജയഗാഥ മുന്നോട്ടും തുടരും. എമ്പുരാൻ എന്ന വിവാദങ്ങൾ കൊണ്ട് സമ്പന്നമായ സിനിമയ്ക്ക് ശേഷം മോഹൻലാലും ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്കായി നീ മികച്ച ഫീൽ ഗുഡ് സിനിമകൾക്ക് ശേഷം സംവിധായകൻ തരുൺ മൂർത്തിയും കൈകോർത്തപ്പോൾ ഒരു ശരാശരി മലയാളി കുടുംബത്തിന് തിയേറ്ററിൽ വന്ന് ആഘോഷിക്കാനുള്ള വിരുന്നാവുകയായിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ ആഴവും ചെറു തമാശകളും കുസൃതികളുമൊക്കെയായി ഒരു സാധാരണ സിനിമ പോലെ ഇന്റർവെൽ വരെ പോയ ചിത്രം പെട്ടെന്നുണ്ടായ ഒരു അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റിനെ തുടർന്ന് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. തുടർന്നങ്ങോട്ട് ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തന്റെ കഴിഞ്ഞ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ താരത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ മലയാളത്തിലെ ഔട്ട്ഡേറ്റഡ് ആയ പഴയ സംവിധായകർക്ക് പോലും ഒരു പാഠപുസ്തകമാവുകയാണ് തരുൺ മൂർത്തി. പിന്നെ മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിന് ഒരു ലാലേട്ടനേ ഉള്ളൂ. ആ ലാലേട്ടൻ അഭിനയത്തിന്റെ എല്ലാ തലത്തിലും, അത് നർമ്മ മുഹൂർത്തങ്ങളാവട്ടെ, ഇമോഷണൽ രംഗങ്ങളാവട്ടെ, കോരിത്തെറിപ്പിക്കുന്ന സംഘടനമാകട്ടെ, മൊത്തത്തിൽ നിറഞ്ഞാടുകയായിരുന്നു. സിനിമയുടെ പകുതി വരെ നമ്മൾ കാണുന്നത് കണ്ടുമറന്ന ആ അയലത്തെ ചേട്ടൻ ഇമേജുള്ള ലാലേട്ടനെയാണ്. എന്നാൽ ഒരു ഇന്റർവെല്ലോട് കൂടി എല്ലാ ചേരുവകളും നിറഞ്ഞ മോഹൻലാൽ എന്ന കംപ്ലീറ്റ് പാക്കേജിനെ നമ്മൾ അനുഭവിച്ചറിയുകയാണ്. OTT റിലീസിന് ശേഷം ഈ പെർഫോമൻസുകൾ കൂടുതൽ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം സിനിമയുടെ സംഘട്ടനമാണ്. എമ്പുരാന്റെ സംഘട്ടന സംവിധാനം നിർവഹിച്ച സ്റ്റണ്ട് സിൽവയാണ് ഈ സിനിമയിലും സ്റ്റണ്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എമ്പുരാനിൽ കേട്ട വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി ഈ സിനിമയിലൂടെ സിൽവ തിരിച്ചു നൽകി. കൃത്യമായ സമയങ്ങളിൽ സംഘടനം പ്ലേസ് ചെയ്ത തിരക്കഥാകൃത്തും സംവിധായകനും ഒരുപാട് പ്രശംസ അർഹിക്കുന്നുണ്ട്. ജെക്സ് ബിജോയുടെ BGM പല ഘട്ടത്തിലും സിനിമയെ മറ്റൊരു തലത്തിൽ നിർത്തുന്നു. നല്ല സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററിൽ കണ്ടാൽ മികച്ച ഒരു അനുഭവമായിരിക്കും. എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയാണ്. സ്ഥിരം ആളുകളെ വെച്ച് ടൈപ്പ് കാസ്റ്റ് ചെയ്യാതെ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന വില്ലനെ അവതരിപ്പിച്ചതും ഒരു മികച്ച അനുഭവമായി. ബാക്കി അഭിനയിച്ച ശോഭന, മക്കളായി അഭിനയിച്ചവർ ബിനു പപ്പു, മണിയൻ പിള്ള രാജു, ഇർഷാദ് എല്ലാവരും അവരവരുടെ റോളുകൾ ഭംഗിയായി ചെയ്തു. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ചിത്രം. മോഹൻലാൽ തുടരും ഇനി മുന്നോട്ടും.